അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശഅബാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. റമളാനിലേക്ക് ആയുസ് എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇന്ന് പരിശുദ്ധമായ ശഅബാനിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് അല്ലേ? വെള്ളിയാഴ്ചക്ക് ഒരു മഹത്വമുണ്ട്. പക്ഷേ ശഅബാനിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ശഅബാൻ നബിതങ്ങൾ പറഞ്ഞെന്താ? അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, റജബുൻ ഷഹറുല്ലാ, റജബ് അള്ളാന്റെ മാസമാണ്. ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണെന്നാണ് പറഞ്ഞത്. ആ മുത്തനബി തങ്ങളുടെ മാസമാകുമ്പോൾ നമുക്ക് നബിതങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നബിതങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് സ്വലാത്താണ്. സ്വലാത്ത് കൊണ്ടാണ് നബിയിലേക്ക് അടുക്കാൻ കഴിയും. സ്വലാത്ത് കൊണ്ടാണ് ഖബർ ശിക്ഷ ഒഴിവാക്കാൻ പറ്റും. സ്വലാത്തിലൂടെ നമുക്ക് പരലോക വിജയം മേടിക്കാൻ കഴിയും, സ്വർഗം കരഗതമാക്കാൻ കഴിയും. അള്ളാഹു ആ വിഭാഗത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സ്വലാത്തിനെ പറ്റിയാണ്. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ഈ ഒരു സ്വലാത്ത്. ശഅബാ മാസത്തിൽ സ്വലാത്ത് ഒരുപാട് ചൊല്ലേണ്ട മാസമാണ്. നിബിധങ്ങളുടെ മാസമല്ലേ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കേണ്ട, റമളാൻ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു മാസമാണ് ശഅബാൻ. നിബിധങ്ങൾ പറഞ്ഞു 2 മാസം ആളുകൾ വലിയ ശ്രദ്ധ കൊടുക്കും, അതിനിടയിലുള്ളൊരു മാസം ഞങ്ങൾ അശ്രദ്ധനാണ്. റജബ് ഭയങ്കര മഹത്വം, അതുപോലെ റമളാൻ ഭയങ്കര മഹത്വം, ഇതിനിടയിലാണ് ശഅബാൻ വരിക. അത് പലരും അശ്രദ്ധമായി പോകുന്ന ഹദീസിന്റെ ആശയത്തിൽ കാണാം. നമ്മൾ അശ്രദ്ധമാകാൻ പാടില്ല. ഇന്ന് നമ്മൾ സ്വലാത്ത് പഠിക്കാൻ. സ്വലാത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഈ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യൻ, ഒരു വട്ടം പോലും ചൊല്ലുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവന്റെ പ്രതിഫലം എഴുതാൻ 70 മലക്കുകളെ 1000 പ്രഭാതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവരെഴുതി ക്ഷീണിക്കുന്നതാണ്. ഇത്രയും മഹത്വം പോരെ? ഒരൊറ്റ മഹത്വം, അതിന് മഹത്വം മനസ്സിലാക്കാൻ. എന്തേ? ഇതൊരു പതിവാക്കുന്നവന്റെ മഹത്വം എഴുതാൻ 70 മലക്കുകൾ 1000 പ്രഭാതത്തിൽ ഇരിക്കും. അവർ എഴുതി അവർ മടുക്കും, അവർക്ക് ക്ഷീണമുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത്. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത്. അവന് അള്ളാഹുവിന്റെ സ്വർഗം കണ്ടല്ലാതെ മരിക്കൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയ അത്ഭുതത്തിന്റെ സ്വലാത്ത്. അത് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകണം, കുറഞ്ഞ സമയം, കൂടുതൽ കാര്യങ്ങൾ. മാത്രമല്ല, അവന്റെ മാതാപിതാക്കൾക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കും. മാതാപിതാക്കൾക്ക് പോലും പുറത്തു കൊടുക്കുന്ന പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് ഒരു വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീട്ടിൽ മലയാളി പറയണം, അവന്റെ കൂടെ വന്നവർക്ക് പോലും ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വന്നവന്റെ അധികം കൊടുത്തു എന്നല്ലേ? അപ്പൊ സ്വലാത്ത് ചൊല്ലുന്നവന് മാത്രമല്ല, ആ കൂടെ നമ്മുടെ ചൊല്ലുന്ന മാതാപിതാക്കൾക്ക് വരെ അവന്റെ പാപങ്ങൾ, അവരുടെ പാപങ്ങൾ ഈ സ്വലാത്ത് കാരണം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ അവരുടെ അനുഭവങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ കിട്ടിയ അനുഭവത്തിന് പ്രകാരം രേഖപ്പെടുത്തി വെക്കാൻ. മാത്രമല്ല, അവരുടെ കൽബ് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന, കൽബ് ഈമാൻ കൊണ്ട് പ്രകാശിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്? മാത്രമല്ല, അവന് ഏറ്റവും വലിയ ആഗ്രഹമാകുന്ന, നമ്മുടെ ഓരോരുത്തരുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈമാനോടുകൂടി അല്ലാതെ മരണപ്പെടൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈമാനോടെ മരിക്കാൻ ഭാഗ്യം തരട്ടെ. അതിനപ്പുറം എന്ത് ഭാഗ്യം നമുക്ക് വേണ്ടത്? ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് കഴിയും. അത് ഉറപ്പാണ് ഈ സ്വലാത്ത് പതിവാക്കിയാൽ. മാത്രമല്ല, നാളെ സ്വർഗത്തിൽ ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, അമ്പിയാക്കന്മാരോടൊപ്പം, ഔലിയാക്കന്മാരോടൊപ്പം, സ്വാലിഹീങ്ങൾ സജ്ജരിതരായ അടിയാറുകളോടൊപ്പം നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാരഥന്മാരാകുന്ന ആഷിഖ് റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചക അനുരാഗികളാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത്. ശഅബാനിന്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ പഠിക്കുന്ന സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. കൂടെ ചൊല്ലിക്കോളിൽ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ وآل محمد صل على محمد وآل محمد وأت محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد آل محمد نجز محمدا صلى الله عليه وسلم ما هو أهل. اللهم الله يا رب محمد وآل محمد صل على محمد آل محمد. الله മുത്തുനബി തങ്ങളുടെ രക്ഷിതാവ്
രക്ഷിതാവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ രക്ഷിതാവ്, അള്ളാഹുവെ പടച്ചവനെ ആ ഉമ്മത്തിന്റെ രക്ഷിതാവ് പടച്ചവനെ, വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീല ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നീ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലു. അല്ലാഹുവിന്റെ റസൂലിനും കുടുംബത്തിനും പ്രാർത്ഥന നൽകുന്ന, നേട്ടം കിട്ടാൻ ദുആ ചെയ്യുന്ന, നന്മകൾ വിതറാൻ ദുആ ചെയ്യുന്ന സ്വലാത്താണ്. ജീവിതത്തിൽ ഈ സ്വലാത്ത് പതിവാക്കിക്കോളി. അള്ളാഹു നമുക്ക് റജബാനും ശഅബാനും റജബും ഒക്കെ അനുകൂലമാക്കട്ടെ. ഈ സഞ്ചരിക്കുന്ന ശഅബാനിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ അനുകൂലമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതോടൊപ്പം വെള്ളിയാഴ്ചയാണ്, ശഅബാനിന്റെ വെള്ളിയാഴ്ച. ജുമുഅയുടെ സുന്നത്ത് കുളി തന്നെ നിയത്ത് വെച്ച് കുളിക്കണം. നിയത്ത് മറന്നു വെറുതെ വെള്ളം കോരി ഒഴിക്കരുത്. ജുമുഅയുടെ സുന്നത്ത് കുളി കുളിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, പെണ്ണുങ്ങൾ നിസ്കാര കുപ്പായത്തിലൊക്കെ സുഗന്ധം പൂശുക. അതോടൊപ്പം നേരത്തെ പള്ളിയിൽ പോവുക. എന്നിട്ട് അവിടെ നിന്നൊരു 100 സ്വലാത്ത് ചൊല്ലി അള്ളാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം ഖബർ സിയാറത്ത് ചെയ്യുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ മറക്കരുത്. അതുപോലെ സ്വലാത്ത് ചൊല്ലുക, വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് ചൊല്ലുക. അതോടൊപ്പം പിണക്കങ്ങൾ മാറ്റുക, സലാമിനെ വ്യാപിപ്പിക്കുക, അതുപോലെ പൊരുത്തം ചോദിക്കുക, മുസാഫഖത്ത് ചെയ്യുക. ഈ ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, ഇൽമുകൾ ശ്രദ്ധയോടെ കേൾക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പിണക്കങ്ങൾ, രോഗസന്ദർശനം നടത്തുക. അങ്ങനെ തുടങ്ങി നഖം മുറിക്കുക, കക്ഷരോമം വടിക്കുക, ഗുഹ്യരോമം വടിക്കുക, അതുപോലെ ശുദ്ധി വരുത്തുക. ഇതൊക്കെ സൽപ്രവർത്തനങ്ങളാണ്. ആർക്കെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറയാൻ പോകുന്ന ബൈത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞ ബൈത്താണ്. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ ചൊല്ലാം. ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ചത് ചൊല്ലാം. ഉമ്മമാരെ, നിസ്കാരപ്പാലിരുന്ന് വെള്ളിയാഴ്ച ഉസ്താദിന്റെ ഖുതുബയും പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലിങ്ങനെ ചൊല്ലാം. ഏതാണ്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി യഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العليم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. ഈ 4 വരി ബൈത്ത് 5 വട്ടം ചൊല്ലിയാൽ സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂല, തൗബയില്ലാതെ മരിക്കൂല. ഇത് നിത്യം, വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോഴും ചൊല്ലാം. ഇത് നിത്യമാക്കുന്നവന് നരകം ഹറാമാണെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. ഈ ബൈത്ത് പതിവാക്കുന്നവർക്ക് നരകം ഹറാമാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അള്ളാഹു സ്വർഗം തരട്ടെ. അതോടൊപ്പം അസ്ര നമസ്കാരം കഴിഞ്ഞ് സലാമൊക്കെ വീട്ടി ദിക്റൊക്കെ ചൊല്ലി ദുആയൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങളുള്ള പുറത്തു തരും. 80 വയസ്സ് വരെ ജീവിക്കുന്ന എന്താ ഉറപ്പ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോളിൻ. ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിമ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമാ. 80 വട്ടം. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ശഅബാൻ നമുക്കൊരു പിടിവള്ളിയാണ്. റജബിൽ ചിലപ്പോൾ നമുക്ക് പരിഗണിക്കാൻ പറ്റിയില്ല. പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് റമളാൻ റജബ് 27 ആയപ്പോഴാണ് അറിഞ്ഞത് പടച്ചോനെ റജബ് തീർന്നു. ഇനി എന്ത് ചെയ്യും? അതിന് പരിഹാരമാണ് ഈ ഷഅബാൻ അശ്രദ്ധരാകരുത്. ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുക. നിസ്കാരം ഖളാക്കരുത്. ദിക്റുകൾ, ദുആകൾ തിങ്കളും വ്യാഴൊക്കെ നോമ്പെടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു ഈമാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കി, എത്ര വലിയ നേട്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആരോടെങ്കിലൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ റമളാനിലേക്ക് മാറ്റിവെക്കല്ലേ. ഷഅബാനിൽ തീരാൻ വേണ്ടി കാത്തിരിക്കല്ലേ. പിണക്കങ്ങളൊക്കെ മാറ്റി സ്നേഹത്തോടെ, ഒരുമയോടെ, ഐക്യത്തോടെ ജീവിക്കും. കുടുംബ ബന്ധങ്ങൾ ചേർക്കിൽ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ അല്ലാഹ് മാറ്റട്ടെ. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദിന്റെ ചാനലിലൂടെ ഒരുപാട് ദുആ വസിയത്തുകൾ, അവരുടെ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹ് ഹാസിലാക്കട്ടെ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. വിഷമങ്ങൾ, വിതകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കുക. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന് നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി. എൻ്റെ ചാനൽ കാണാം. ചരിത്രം പാടി പറയലാണ് മഹാന്മാരുടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിലും ഒരുപാട് 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്ന സദസ്സാണ്. തിബ്ബു സ്വലാത്തു മസ്മാഹുൽ സ്നീം അസ്മാൽ ബദറൊക്കെ ചൊല്ലുന്ന മജ്ലിസാണ്. നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടെ അൽഹംദുലില്ലാഹ് ഒരുപാട് നമ്മുടെ ബദറിൻ തീരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പുരുഷന്മാർക്ക് ഒരു ഗ്രൂപ്പ്, സ്ത്രീകൾക്ക് മറ്റൊരു ഗ്രൂപ്പ്. അതിലൂടെ ഒരുപാട് ആൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹ് ഹാസിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങൾ, വിതകൾ, ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കട്ടെ. ഖൈറിന്റെ വാദാനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. നിങ്ങളൊക്കെ ദുആ രക്കണം. ഈ വോയിസ് ഓഫ് ഷഫീഖ്
സിദ്ദീഖ് ബദരി എന്ന ചാനലും ബദറിൻ തീരം എന്ന 2 ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കയാണ്. അള്ളാഹുവിന്റെ അർഹമായ പ്രതിഫലം കിട്ടുന്നവരുടെ കൊടുത്ത് നാം എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസിയത്തോടെ ഔസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.